താങ്കളുടെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓട്ടോമാറ്റിക്കലി ഇനി എല്ലാവരും ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്തായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാം നമുക്ക് അദ്ദേഹത്തെ? എപ്പോഴേലും വരും, വന്നാലൊരു വരവായിരിക്കും. ഇച്ചിരി റെസ്റ്റ് എടുത്തിട്ട് വരുമ്പോൾ ഒരു വേറെ ഗെറ്റപ്പിൽ വരും. ശബ്ദം നല്ലതാണ്, നല്ല ഡബബിൾ വോയിസ് ആണെന്ന് പറഞ്ഞ ആദ്യത്തെ കോംപ്ലിമെന്റ് ആരുടെ ആയിരുന്നു? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊറോണ സമയത്തൊക്കെ ഞാൻ പല സിനിമയ്ക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ? JBM-ലാണ് ഫസ്റ്റ് ചെയ്തത്, പ്രകാശ് രാജ്. ആണല്ലേ? കുറെ പടങ്ങൾ ചെയ്തു. ലാസ്റ്റ് റിട്രോ എന്ന് പറയാൻ പറ്റത്തില്ല അതൊക്കെ ചെയ്തു. പിന്നെ അതിന് മാമനിലെ ഏത് ക്യാരക്ടർ ഞാൻ ആർക്കാ ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നത് എന്ത്? ഞാൻ വടിവേലാണോ? അല്ല, കുറെ സിനിമകൾ ശരി ഒരു മുഴുനീള കഥാപാത്രം, അതായത് ഒരു നായകന്റെ കൂടെ ഒരു പോലീസ് വേഷത്തിൽ വരുവല്ലേ? How was it? 2 പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉണ്ടയിൽ പോലീസുകാരനായിരുന്നു, അതെ. പിന്നെ കുണ്ടിൽ ഞാനൊരു ഡോക്ടറെ പോലീസുകാരനായിരുന്നു. പക്ഷെ ഇതിൽ ഞാൻ പോലീസുകാരനാണ്. പക്ഷെ അതിൽ വ്യത്യസ്തമായിട്ട് തോന്നിയത് ഇതിനകത്ത് ഞാൻ നിങ്ങളുടെ പേര് മാത്രമല്ല. നാടകത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സംഗതി എന്തൊക്കെയായിരുന്നു? ഞാൻ മനസ്സിലാക്കുന്നത് ബേസിക്കലി ഇതെല്ലാം ആർട്ട് തന്നെയാണ്. അതായത് രണ്ടും അഭിനയം തന്നെയാണ്, പക്ഷെ ഇതിന്റെ മീറ്റർ വ്യത്യാസമുണ്ട്. നാടകം അഭിനയിക്കുന്ന പോലെ സ്കിറ്റ് പോലും അഭിനയിക്കാൻ പറ്റും. രണ്ടിന്റെയും പെർഫോമിംഗ് മീറ്റർ വ്യത്യസ്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലൈറ്റ്സ് ക്യാമറ ടോക്കിൽ ഞാൻ ഗദ്ദാഫി കേസ് ഡയറി സിനിമയുടെ കാസ്റ്റിംഗ് ക്രൂ ആണ് നമ്മളുടെ. ഹായ്, നമസ്കാരം സാർ. 21-ാം തീയതി സിനിമ റിലീസ് ആവുന്നതാണ്. ഇതിൽ ആരൊക്കെയാണ് ആക്ച്വലി പോലീസായിട്ട് ചെയ്യുന്നത്? അഷ്കറുണ്ട്, ഞാനുണ്ട്, ഗോകുൽജി ഉണ്ട്. ഒരു പോലീസുകാരൻ്റെ കേസ് ഡയറി വില്ലനായിരിക്കുമല്ലോ. ഓഫ് കോഴ്സ്, സ്വാഭാവികം. പോലീസുകാരനായിട്ടല്ലല്ലോ? അല്ലല്ലോ, പറയാൻ പറ്റില്ല. അമീർ നിയാസ് ഉണ്ട്. പോലീസായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. ബന്ധമുണ്ട്, ചെറിയൊരു അഭിനയ ബന്ധമുണ്ട്. ഒരു പോലീസുകാരൻ്റെ കേസ് ഡയറിയിൽ ആക്ച്വലി എന്തൊക്കെ ഉണ്ടാവുമെന്ന് എന്തെങ്കിലും അറിവുണ്ടോ? അതിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്നറിയോ? പോലീസുകാർ അഭിനയിച്ച ആൾക്കാരല്ലേ? നമ്മളൊരു ക്രൈം സ്റ്റോറി ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണല്ലോ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും തോന്നുന്നത്. പക്ഷെ ഇത് ഒരു ഫാമിലി എലമെന്റ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്. ആ റൂട്ടിൽ കൂടെ പോയിട്ടാണ് നമ്മൾ. പോലീസുകാരന്റെ കേസ് ഡയറിയിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുക? ഒരു പോലീസുകാരന്റെ കേസ് ഡയറിയിൽ എന്തൊക്കെയായിരിക്കും ആൾ മാർക്ക് ചെയ്തിടുക? എന്തൊക്കെയായിരിക്കും അതിന്റെ ഫോർമാറ്റ് എന്നറിയോ? അതാണ് ചോദിച്ചത്. ഞാൻ പടത്തിന്റെ കഥയിൽ ഞാൻ പറഞ്ഞു. തിരിച്ചു ചോദിക്കാൻ ചിലവേ കൊടുക്കും. പക്ഷെ അല്ല, ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്, സ്പെസിഫിക് ഫോർമാറ്റ് ഉണ്ടോ? ഉണ്ട്. പോലീസുകാരന്റെ കേസ് ഡയറിക്ക് ഫോർമാറ്റ് ഉണ്ട്. ലൈക്ക് അതില് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും, ഡിസ്ട്രിക്ട് ഉണ്ടായിരിക്കും, FIR രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കും, അക്യൂസിഷൻ ആരാണോ അതിൽ നമ്മൾ പ്രതിയായിട്ട് ചേർക്കുന്നത്, അങ്ങനെ ചെറിയൊരു ഫോർമാറ്റ് ഉണ്ടായിരിക്കും. അതൊക്കെ ഉണ്ട്. അതിനും അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സർപ്രൈസ് ആവുള്ളൂ. ആണോ? ഇതൊക്കെയാണ് ഒരു ഫോർമാറ്റ്. അല്ല, പലപ്പോഴും കോട്ട് ചെയ്യുന്നുണ്ട്. കേസ് നമ്പറും ഇതൊക്കെ, റെഫറൻസ് ഒക്കെ, ഫയൽ നമ്പറും ഒക്കെ കോട്ട് ചെയ്യുന്നുണ്ട് സിനിമയിൽ. ഓക്കെ. ഈ സിനിമയിലെ കേസ് ഡയറിയിൽ ആക്ച്വലി ഈ ഫോർമാറ്റുകളൊക്കെ അപ്പുറം ഈ സിനിമയിലെ കേസ് ഡയറിയിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഇത് അതിലപ്പുറം നല്ല ഇൻവെസ്റ്റിഗേഷൻ ആണ് അതിന്റെ മെയിൻ. പിന്നെ നല്ല ആക്ഷൻ ഉണ്ട്. ആക്ഷന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഫിലിം ചെയ്തിരിക്കുന്നത്. സോങ്ങുകളുണ്ട്. ഒരു ഹോൾസം എന്റർടൈൻമെന്റ്. കാരണം സോങ്സും ആക്ഷനും ഇമോഷൻസ് ഉണ്ട്, നല്ല ഫാമിലി ഇതുണ്ട്, ബോണ്ടിങ്സിന്റെ കുറച്ചുണ്ട്, ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ എല്ലാത്തരം ചേരുവകളും മസാലകളുമുള്ള. പിന്നെ ഹ്യൂമർ ഉണ്ടോ? അത്യാവശ്യം. വളരെ അദ്ദേഹം ഹ്യൂമർ ചെയ്യണമെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് വന്ന ആക്ഷനും ഉണ്ട് അദ്ദേഹത്തിന്. ഇപ്പോഴും ആൾക്കാർ കാണുന്ന സമയത്ത് ജിംബ്രൂട്ട് എന്ന് വിളിക്കുന്നവരുണ്ടോ? ഇപ്പോഴും ഉണ്ട്. ഇതിലങ്ങനെയൊന്നുമല്ല കേട്ടോ. അതിലും വലിയ പേര് വാട്ടർമെലനാണ് കിച്ചു എന്ന ലൊക്കേഷൻ. വ്ളാഡിമർ എന്നാണ് പേര്. അപ്പൊ കിച്ചുവായിട്ടുള്ള കോമ്പിനേഷൻ കഴിയുമ്പോ കിച്ചു വിളിക്കുന്നത് വാട്ടർമെലൻ തീർക്കേണ്ടത്. ഇത് ചിലപ്പോ ജിംബ്രൂട്ട് എന്ന് പറയും, വ്ളാഡിമർ നമ്മള് വിളിപ്പിക്കും. മിക്കവാറും വ്ളാഡി എന്നാ വിളിക്കുന്നത്. വ്ളാഡി. ഏറ്റവും കൂടുതൽ വ്ളാഡിമറിന്റെ പേര് ഞാൻ വിളിച്ചു പല രീതിയിൽ വിളിക്കും. സ്നേഹത്തോടെ വ്ളാഡി എന്ന് വിളിക്കും, ദേഷ്യത്തോടെ വ്ളാഡി എന്ന് പല രീതിയിലാണ് വ്ളാഡി എന്ന് വിളിക്കുന്നത്. അപ്പൊ വ്ളാഡിമറിന് ആ പേര് വരാനൊരു സസ്പെൻസ് ഉണ്ട് ഈ പടത്തിൽ. അതും വേറെയാണ്. നല്ല ക്യാരക്ടറോ?
അടിപൊളി. നമ്മൾ ഈ ആമ്പിളയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറുപ്പത്തിലെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്വപ്നം കാണുക പോലീസുകാരനാവുക എന്നുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ ജീവിതത്തിൽ സാക്ഷാത്കരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ സിനിമയിലൂടെയൊക്കെ നിങ്ങൾക്ക് പറ്റുമ്പോൾ ഒരു പോലീസ് യൂണിഫോം ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഫീലും ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ എങ്ങനെയൊക്കെയാണ് ഒന്ന് പറയാൻ പറ്റുമോ? അത് ഏറ്റവും കൂടുതൽ പോലീസ് സ്റ്റേഷൻ ഇവരുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോയി. അല്ല, അത് കയറുന്ന സമയത്ത് നമുക്കൊരു എക്സ്ട്രാ കോൺഫിഡൻസും ഫീലും അല്ലേ പോലീസ് യൂണിഫോമിൽ നിന്ന് അഭിനയിക്കുമ്പോൾ? എന്താ അതിന്റെ ഫീൽ ആക്ച്വലി? അതെന്താന്നറിയില്ല, ആ യൂണിഫോം ഇട്ട നമ്മള് പോലീസ് ആവാന്ന് പറയില്ലേ, അതന്നെ. ആ യൂണിഫോം നമ്മൾ ഭയങ്കര അത്ര നേരം ചിലപ്പോ ചിരി കളിയൊക്കെ മാഞ്ഞു പോകുന്നു, സീരിയസ് ആയി പോകും, ലുക്കൊക്കെ ചിലപ്പോ ഇങ്ങനെയൊക്കെ ആയി പോകും. എന്തിനാന്നറിയില്ല, യൂണിഫോമിന് എന്തോ ഒരു ഇതുണ്ട്, പവർ ഉണ്ട്. ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാലോ. ആരെങ്കിലും യൂണിഫോം ഇട്ടിട്ട് കോമഡി ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ജഗതി ചേട്ടനെ നമുക്ക് ചിലപ്പോൾ ഒരു എക്സെപ്ഷണൽ ആയിട്ട് നമുക്ക് അത് ആ ക്യാരക്ടർ ആയിരിക്കും, മെയിൻ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴേ ആ യൂണിഫോമിന്റെ രസമുള്ള ഒരു പരിപാടിയാണ്. പറ, എങ്ങനെയുണ്ടായിരുന്നു ആ യൂണിഫോമിൽ കയറിയിട്ട്? പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആ യൂണിഫോം ഭയങ്കരമായിട്ട് ചേരുന്നുണ്ട്, ഇറ്റ് ഫിറ്റ്സ് എ ലോട്ട്. എങ്ങനെയുണ്ട് യൂണിഫോമിൽ നിന്ന് അഭിനയിക്കുക? ഫസ്റ്റ് ടൈം ഞാൻ അങ്ങനെ യൂണിഫോം വരാൻ വേണ്ടി ഒരുപാട് തടി കുറക്കൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു യൂണിഫോം ഇട്ട് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. പിന്നെ ഇവരെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. സാറാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. ഒരു പോലീസുകാരൻ്റെ ലുക്ക് കാര്യങ്ങൾ ഞാൻ അതിടുമ്പോ ഒരു ബലംപിടുത്തം ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക്. അതെന്താ സുഖമായിട്ട് അങ്ങനെ ടോക്ക്? അല്ല, ഞാൻ പറഞ്ഞോളാം, പോലീസുകാരുടെ കാര്യം സുഖമായിട്ട് പോലീസുകാരനായിരുന്ന സാർ ഇതിലേക്ക് എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്? അതായത് ഒരു പോലീസ് ഓഫീസർ വീട്ടിൽ നിന്ന് നേരിട്ട് കണ്ട ആളല്ലേ, എങ്ങനെയൊക്കെ ഇവരുടെ ചലനങ്ങളിൽ അല്ലെങ്കിൽ ഇവരുടെ മാനസത്തിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്? അല്ല, അത് എനിക്കൊന്ന് വീട്ടിലെ ചലനങ്ങൾ. കാരണം ഞാൻ ഒരുവിധം പ്രായമാകുമ്പോഴേക്കും അച്ഛൻ റിട്ടയർ ചെയ്തിരുന്നു. അതുകൊണ്ട് കൂടുതൽ വളരെ ചൈൽഡായിട്ടുള്ള സമയത്തുള്ള മെമ്മറീസേ ഉണ്ടാവും. അതുകൊണ്ട് അത് ആ ഇമ്പാക്റ്റിൽ ഫുള്ളായി കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ ബാക്കി ഒബ്സർവേഷനിലും ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ഇപ്പോൾ നിറയെ പോലീസ് ഓഫീസേഴ്സ് ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക്, എനിക്ക്. അപ്പോൾ അവരൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോഴും അവരെ കാണുമ്പോഴുള്ള ഫീലിംഗ് വെച്ചിട്ടാണ് പറയുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ ഇനി നിങ്ങൾ കണ്ടിട്ട് വേണം പറയാൻ. ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്ത സൂപ്പർ സ്റ്റാറുകൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിനൊക്കെ ട്രെയിൻ. അതിപ്പോ നമ്മള് കുറെ സിനിമകൾക്ക് ശേഷം ഒരു മുഴുനീള കഥാപാത്രം, അതായത് ഒരു നായകന്റെ കൂടെ ഒരു പോലീസ് വേഷത്തിൽ വരുവല്ലേ, ഹൗ വാസ് ഇറ്റ്? നല്ല രസമായിരുന്നു. കാരണം ഇപ്പൊ ഞാൻ ഇതിനു മുന്നേ രണ്ട് പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ഉണ്ടയിൽ പോലീസുകാരനായിരുന്നു, പിന്നെ തുണ്ടില് ഞാനൊരു ഡോഗ് സ്ക്വാഡ് പോലീസുകാരനായിരുന്നു. പക്ഷെ ഇതിൽ ഞാൻ പോലീസുകാരനാണ്. പക്ഷെ അതിൽ വ്യത്യസ്തമായിട്ട് തോന്നിയത് ഇതിനകത്ത് ഞാൻ SI ആണ്, എല്ലാം കോൺസ്റ്റബിൾ ഡോഗ് സ്ക്വാഡിലെ പോലീസുകാരനാണ്. പിന്നെ ആ സിനിമയിലെ ക്യാരക്ടർ പോലെയല്ല ഇതിലെ ക്യാരക്ടർ, കുറച്ചും കൂടി സബ്ജക്റ്റിനോട് ഇമ്പോർട്ടൻസ് ചേർന്ന് നിൽക്കുന്ന, അതായത് ചുരുക്കി പറഞ്ഞാൽ എന്താ പറയാ, നല്ലവനായൊരുണ്ണി. ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് ഈ സിനിമയിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന അഷ്കറിനെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോലീസുകാരനായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ പ്രതിനിധാനം ചെയ്യുന്നത്. ഈ ബ്രോനെ കാണുമ്പോഴൊക്കെ രണ്ട് ക്യാരക്ടേഴ്സ് എനിക്ക് പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ വരുന്ന ഒന്ന്, ഒരു നമ്മൾ ഈ പരസ്യത്തിൽ അഭിനയിച്ച ആക്ടേഴ്സിനെ നമ്മളുടെ മനസ്സിൽ കൊണ്ടു നടക്കാൻ വളരെ കുറവാണ്. അതായത് പരസ്യത്തിന് ഭയങ്കര വലിയ ഇമ്പാക്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ബ്രോനെ കാണുമ്പോൾ ആദ്യം വരുന്നത് ആ പെയിന്റ്. ഞാൻ അഭിനയിച്ച പരസ്യത്തിന് കുറച്ചുകൂടി ഇമ്പാക്ട് ഉണ്ടായിരുന്നു. കാരണം അന്ന് ഇത്രയും സോഷ്യൽ മീഡിയാസ് ഇല്ല. അന്ന് TV ചാനലിൽ മാത്രമാണ്, TV ചാനൽ കൂടുതൽ കണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. അപ്പൊ ആ സമയത്ത് എപ്പോഴും TV യിൽ ആ പരസ്യം വരുന്നത് കൊണ്ട് ആ ക്യാരക്ടർ അത്യാവശ്യം ആൾക്കാർക്ക് അറിയാം. സിനിമയിൽ അഭിനയിച്ചതിന് തുല്യമായി പോയി. ആക്ച്വലി ഒരു ആമയൻ സിനിമ കണ്ടിട്ടാണ് എന്നെ അതിനകത്തേക്ക് കാസ്റ്റ് വിളിക്കുന്നത്. ആമയനിൽ ഞാൻ ഒരു തെങ്ങേറ്റക്കാരനായിരുന്നല്ലോ. അപ്പൊ അത് കണ്ടിട്ടാണ് അവര് ആ ആഡിലേക്ക് എന്നെ തെങ്ങേറ്റക്കാരൻ. തെങ്ങേറാൻ പഠിച്ചോ? ഇല്ല, പഠിച്ചില്ല. പിന്നെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം പഠിക്കും. അതുപോലെ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒരു സീൻ, ഈ പറഞ്ഞ പോലെ കണ്ണിൽ നിൽക്കുന്നത് രാമന്റെ ഏതും തോട്ടത്തിൽ നിങ്ങളുടെ ബർത്ത്ഡേ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് നോക്കുന്ന കുഞ്ചോക്കോനെ നോക്കുന്ന ഒരു സീനുണ്ട്, ഷോട്ടുണ്ട്. ആ സിനിമയിൽ ഒരു പാട്ടിന്റെ ശകലത്തിലാണ് വരുന്നത്. അല്ല, അത് നിങ്ങൾ പോലും അറിയാതെ പറഞ്ഞു, കുറച്ച് ഇമോഷണൽ ആവണേ എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ അറിയാതെ ഒന്നൊന്നുമല്ല, അത് കേട്ടിട്ട് ആ ക്യാരക്ടറിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിറഞ്ഞ കണ്ണുകളാണത്. ഇതിപ്പോ സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെ അല്ലേ? ഇപ്പൊ നമ്മുടെ സിനിമയിലേക്ക് ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അതായത് ചില കാര്യങ്ങൾ ഇപ്പൊ ചിലപ്പോൾ സീൻ കൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യാറ്, അത് ചിലപ്പോൾ ആ സീനിനെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഇപ്പോൾ മനസ്സിൽ വരുന്നത് കേസ് ഡയറിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേഷനിലെ സീനൊക്കെ എടുക്കുമ്പോഴായാലും ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരു നമ്മൾ 2-3 പോലീസ് വേഷം ചെയ്തുകൊണ്ടും അല്ലെ പറയാറുണ്ട്, ഇങ്ങനെ പറയാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് ചേർക്കാം, അത്രയൊക്കെ ഉള്ളൂ.
പിന്നെ റൈറ്ററും ഡയറക്ടറൊക്കെ ഉണ്ടല്ലോ അവിടെ തീരുമാനിക്കാൻ. പിന്നെ ഇത് ഞാൻ ആ സ്റ്റേഷനിൽ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ കിച്ചും അമീർ നിയാസും കൂടി സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഞാനൊരു പിടിച്ചു നിർത്തുന്ന പരിപാടി ഉണ്ട്. ഞാൻ പിടിച്ചിട്ട് നിൽക്കണ്ടേ, അവർക്കാണെങ്കിൽ ക്യാരക്ടർ വിട്ട് ലൂസ് ചെയ്യാനും പറ്റില്ല, ഞാനാണെങ്കിൽ പിടിച്ചിട്ട് നിൽക്കണമല്ലേ അവര്. അപ്പൊ അങ്ങനെയുള്ള ചില പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതിൽ എത്ര ഫൈറ്റ് സീക്വൻസ് ഉണ്ട്? ഇതില് 5 ഇവിടെ 4 ഫൈറ്റ് ഉണ്ട്. 5 6 ഞാൻ നോക്കിയപ്പോ ഫൈറ്റ് 6 ഫൈറ്റ്. ഞാൻ പ്രീവിയസ് ഇന്റർവ്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് നായികയ്ക്കൊക്കെ ഒരു മുഴുനീള ഫൈറ്റ് ഉണ്ട് എന്നിങ്ങനെ കേട്ടായിരുന്നു. ഈ പടത്തിൽ നായികക്ക് ഫൈറ്റ് ഉണ്ട്. അവരുടെ ക്യാരക്ടർ ഡോക്ടറാണ് എങ്കിലും ഒരു പാവം ഡോക്ടറാണെങ്കിലും അവര് ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന ഒരു ഡോക്ടറാണ്, ആക്ഷൻ ചെയ്യുന്ന ഡോക്ടറാണ്. എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള ആക്ഷൻ ഭയങ്കര ക്രേസാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഒരുമിച്ചാണ് ആക്ഷൻ ചെയ്തതും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്തും കുറെ അപകടങ്ങളൊക്കെ പറ്റിയും. സാർ എങ്ങനെയുണ്ട് ഈ ഒരു പുതിയ ടീമിന്റെ കൂടെ അതായത് എല്ലാവരും പറഞ്ഞ ന്യൂ കമേഴ്സ് ആണല്ലോ, പുതിയ ബഡ്ഡിങ് ആക്ടേഴ്സ് ആണ്. ഇവരുടെ ഇന്ന് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനൊക്കെ പറ്റുമായിരിക്കും, ഇവരുടെ പ്രൊഫഷണൽസിൽ നിന്നൊക്കെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും പഠിക്കുമായിരിക്കും. ഇത്തരം ടീമിന്റെ കൂടെ ചെറിയ ഈ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ നിന്ന് സിനിമ ചെയ്യുമ്പോൾ സാറിന്റെ ഒരു എനർജി എങ്ങനെയാ? അതിനുള്ള ഉത്തരം ഇവരാണ് പറയേണ്ടത്, ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അതെ, കാരണം എന്നെ സംബന്ധിച്ചോളം ഇത് ഇപ്പോൾ എനിക്ക് അങ്ങനെ പഴയ പുതിയത് അത് അങ്ങനെ ആ ഒരു ഡിഫറൻസ് ഇല്ല. നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പം അതിനോടുള്ള മാക്സിമം കമ്മിറ്റ്മെൻറ്റുകളെല്ലാം നമ്മൾ ചെയ്യുന്നു, അതിൻ്റെ ആശയങ്ങളോടൊക്കെ ഒത്തുപോകുകയെന്നല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിപ്പോൾ ന്യൂ ഫേസസ് വെച്ച് നിറയെ സിനിമ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ അത് ശീലമുള്ളതാണ്. അത് ഈ ആക്ഷനാണ് കൂടുതൽ ഇങ്ങനെ കൂടുതൽ ഇവർ ന്യൂ ഫേസസ് അല്ല, എല്ലാവരും എസ്റ്റാബ്ലിഷ്ഡ് ആണ്. എങ്കിലും ഞാൻ ആദ്യമായിട്ട് ഇവരുമായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ചേഞ്ച് അത്രേ ഉണ്ടാവുള്ളൂ. അല്ലാതെ അത് അങ്ങനെ ഇറ്റ് ഡസൻ ഹിറ്റ് യു ഹാർഡ്. ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ ആദ്യമായിട്ടാണ് പി സുകുമാർ എന്ന് പറഞ്ഞ DOP കാണുന്നത്. ഞാൻ രാവിലെ ചെന്നു, സാർ ഇതേപോലെ ഇരിക്കുന്നുണ്ട്, കാപ്പി കുടിച്ചാൽ സാറേ ഗുഡ് മോർണിംഗ്, നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി ഡ്രസ്സൊക്കെ ഇട്ട് വന്നു. അപ്പോൾ എനിക്ക് പേടിയായി, ഇദ്ദേഹം എങ്ങനെ നമ്മളോട് എങ്ങനെ ഞാൻ ആദ്യം ഇത്രയും സീനിയറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, ഇത്രയും സീനിയർ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ടെക്നീഷ്യന്മാരോട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല അതുവരെ. അപ്പോൾ എങ്ങനെ പെരുമാറുമെന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഫസ്റ്റ് സീനാണെങ്കിൽ ഞാൻ ടഫായിട്ടുള്ള ഒരു പോലീസുകാരൻ വന്നിട്ട് ഒരു സീനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണ്. എനിക്ക് നല്ല പേടിയുണ്ട്. അതൊക്കെ ഫസ്റ്റ് ഡേ ഒരു പേടി ഉണ്ടാവും. പിന്നെ സുകുമാർ സാർ എങ്ങനെ പെരുമാറും എന്നുള്ള കാര്യമൊക്കെ ഒരു ഉച്ചവരെയൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഇത്രയും വലിയ ഇത്രയും സീനിയർ ടെക്നീഷ്യനായിട്ട് കുട്ടികളുടെ കൂടെ എങ്ങനെ സിങ്കായെന്ന് പറഞ്ഞാൽ അത് ആ ഒരു ധാരണ നമുക്ക് നേരെ പൊളിച്ചിട്ട് ഭയങ്കര സിങ്കായിരുന്നു. ചിരിയും കളിയും തമാശയും നല്ല ഹ്യൂമർ സെൻസും. ഭക്ഷണം കഴിക്കാൻ സാറിനോട് ഇരുന്നാൽ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നാൽ നല്ല രസമായിട്ട്. ഇപ്പോഴും ഞങ്ങൾ എന്താ പറയാ, എനിക്ക് ഇപ്പോഴും ഞങ്ങളുടെ സുഹൃത്തുക്കളെ ഞാൻ മാത്രമല്ല വർക്ക് ചെയ്ത എല്ലാവരും. നമ്മൾ വിചാരിക്കും പി സുകുമാർ IS എന്ന് പറയുന്ന അദ്ദേഹം ഭയങ്കര ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ ഇതുപോലെ ഞാൻ വന്ന് ഓർക്കണം ഒറ്റപ്പാലത്ത്, എല്ലാം എനിക്ക് പേടിയുണ്ട് മനസ്സിലായി. ഈ പറഞ്ഞ പലവരും പലതൊക്കെയുള്ള പറയണേ. പി സുകുമാർ എനിക്ക് എന്താണെന്ന് അറിയില്ലല്ലോ. 2 മണിക്കൂർ ഞാൻ പോസ്റ്റ് കൊടുത്തത് മായന്നൂർ പാലത്തിൽ വെച്ച് 2 മണിക്കൂർ പോസ്റ്റ്. ഇത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങി, ബ്രേക്ക് വിളിച്ച് ഞാനെന്താ അങ്ങോട്ട് മാറി വീണ്ടും പോസ്റ്റ്. എന്നിട്ട് സുഖേട്ടൻ പറഞ്ഞാൽ ഓർക്കണ്ട ഇപ്പോഴും, ആദ്യം പഞ്ച്വാലിറ്റി വേണം ഒരു ആക്ടർക്ക്. അത് ഒരു പാഠമാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ 1 മണിക്കൂർ മുന്നേ ഞാൻ വന്നില്ല. ഇവര് പാടാക്കിയിട്ടില്ല കേട്ടോ, എവിടെയൊക്കെ പോയിട്ട് പറഞ്ഞ ഈ പറഞ്ഞ ഈ ജനറേഷനിൽ പെട്ട ആളുകൾക്ക് ഈ പറഞ്ഞ പഞ്ച്വാലിറ്റിയുടെ ഒരു ക്ലാസ് കൊടുത്തെന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ, ഒരു ബെസ്റ്റ് 3 എന്ന് പറഞ്ഞ അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞാൽ പി സുകുമാർ എന്ന് പറഞ്ഞ സിനിമാറ്റോഗ്രാഫർ എന്തൊക്കെ കൊടുക്കും? മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തൊക്കെയാ? ഒരു ഈ പങ്ക്ച്വാലിറ്റി ഒന്നും അങ്ങനെ ഞാൻ അതൊരു അഡ്വൈസ് ആയിട്ടൊന്നും കൊടുക്കില്ല. അത് ഓരോരുത്തരുടെ സൗകര്യമാണ് അത് ശരിക്കും സത്യം. കാരണം അതിന് നിറയെ കാരണങ്ങൾ അസോസിയേറ്റഡാണ്. ഒരാൾ വൈകുന്നതിനും നേരത്തെ വരുന്നതിനും. പിന്നെ കമ്മിറ്റഡ് ആവുക എന്നുള്ള ഒരു മാക്സിമം നമ്മളാൽ കഴിയുന്ന അത്രത്തോളം ആ ഒരു പ്രോജക്റ്റോട് സിൻസിയറായിട്ട് കമ്മിറ്റഡ് ആവുക എന്നുള്ള അതാണ് മെയിൻ. അപ്പോൾ അത് വരുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂടെ തന്നെ വന്നോളൂ. പിന്നെ ഞാൻ ആക്ച്വലി ഇപ്പോൾ ഷൂട്ടിങ്ങിനൊക്കെ ഒരുവിധം പങ്ക്ച്വലാണ്, പക്ഷെ മറ്റത് ലൈഫിൽ ഞാൻ പങ്ക്ച്വലല്ല. പേഴ്സണൽ ലൈഫിൽ അത്ര പങ്ക്ച്വലല്ല. പേഴ്സണൽ ലൈഫിലോട്ട്
ഞാൻ തന്നെ പറയാറുണ്ട് എന്നെ വിശ്വസിക്കരുത്, നാളെ വരാൻ ഞാൻ വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് ഉപദേശിക്കാൻ യോഗ്യനല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിപ്പോ നാഷണൽ അവാർഡിന് ശേഷം വിജയരാഘവൻ സാറിന്റെ റിലീസ് ആവാൻ പോകുന്ന സിനിമ ഇതാണ്. എനിക്ക് തോന്നുന്നു അച്ഛനായിട്ടല്ല അഭിനയിച്ചേക്കുന്ന ഈ സിനിമയില്. വിജയരാഘവൻ സാറിനെ പോലെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അത്രയും സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു ആക്ടറിന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എന്തൊക്കെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത അദ്ദേഹത്തിൽ നിന്ന്? അദ്ദേഹത്തെ ആക്ടിങ്, അദ്ദേഹം പെരുമാറുന്ന കാര്യങ്ങൾ, മറ്റൊരു അത്ര സീനിയർ ആയിട്ട് നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമുക്ക് എന്തൊക്കെ ടിപ്സ് പറഞ്ഞു തരുന്നു, ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരും, ചില കാര്യങ്ങൾ അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെ തന്നെ വലിയ കാര്യം. ഒരുപാട് പറഞ്ഞു തരും, നമുക്ക് എന്താണ് ഇങ്ങനെ വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞു തരും. ഞാൻ ഫസ്റ്റ് ടൈമാണ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ 3 പേരുള്ള കോമ്പിനേഷൻ, ഞാനും കുട്ടേട്ടനും വിജയരാഘവൻ ചേട്ടനും അഷ്കറും ഉള്ളത്. അപ്പോൾ ആ സീൻ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛനാണ്, ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സാധനമുണ്ട്, ഇങ്ങനത്തെ ക്യാരക്ടറാണ്. പക്ഷെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് അത് വേറെ ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചതിനേക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് കുട്ടേട്ടൻ അത് ചെയ്തത്. നമ്മളെ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഈ അച്ഛൻ വരുന്നത്, ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്ന്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാരണം ആ ഒരു ക്യാരക്ടറിൻ്റെ കൂടെയാണ് എൻ്റെ കേസ് അന്വേഷണം പോകുന്നത്. അച്ഛനിലൂടെയും പിന്നെ വ്ളാഡിമറിലൂടെയും. അത് നമുക്ക് നല്ല എനർജിയാണ്. നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യത്തിനൊരു നല്ല എക്സാമ്പിൾ കൂട്ടായിട്ടാണ്. ഏത് ജനറേഷൻ്റെ കൂടെയും വളരെ ഈസി ആയിട്ട് അന്ന് ഫസ്റ്റ് ഡേ എന്നോട് കൂടെ ഒന്നുമില്ല, ഓട്ടോമാറ്റിക് സിങ്കായി. അല്ല, ഏത് തരം എല്ലാം നല്ലോണം ഇതാവുന്ന വ്യക്തിയല്ലേ, നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് എടുക്കും. നമുക്ക് ചെറിയൊരു നാടകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളല്ലേ, നാടകത്തിൽ നിന്നല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത്. അത് നാടകത്തിലൊരു തട്ടകവും ഇവിടുത്തെ ഒരു മീറ്ററും സിനിമയിലെ ഒരു മീറ്ററും രണ്ടും രണ്ടാ അല്ലേ. നാടകത്തിൽ കുറച്ചും കൂടെ നമ്മൾ ലൗഡറായിട്ട് അഭിനയിക്കേണ്ടി വരും, കുറച്ചും കൂടെ എക്സാജറേറ്റ് ആയിട്ട് നമുക്ക് നമ്മളുടെ ബോഡി ലാംഗ്വേജസ് യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ സിനിമയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ സാരൊക്കെ എളുപ്പം പറഞ്ഞിട്ടുണ്ടാവണം, അതായത് അത്രയും ഫ്രെയിം ഔട്ട് പോകരുത്, ഒന്ന് ഒതുങ്ങി ചെയ്യാൻ. നാടകത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സംഗതി എന്തൊക്കെയായിരുന്നു തുടക്കത്തിൽ? ഇപ്പൊ കുറെ കൂടെ യൂസ്ഡ് ആയിട്ടുണ്ടായിരിക്കണം. ആദ്യം പ്രയാസപ്പെട്ടിരുന്ന സാധനങ്ങൾ എന്തൊക്കെയാ? ഞാൻ മനസ്സിലാക്കുന്നത് ബേസിക്കലി ഇതെല്ലാം ആർട്ട് തന്നെയാണ്. അതായത് രണ്ടും അഭിനയം തന്നെയാണ്, പക്ഷെ ഇതിന്റെ മീറ്റർ വ്യത്യാസമുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ കഥകളിയാണെങ്കിലും നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും ഓട്ടംതുള്ളലാണെങ്കിലും എല്ലാം പെർഫോമിംഗ് ആർട്ട് തന്നെയാണ്. ഒരു ക്യാരക്ടറിനെയാണ് പെർഫോം ചെയ്യുന്നത്. പക്ഷെ ആ പെർഫോം ചെയ്യുന്ന മീറ്റർ വ്യത്യാസമായിരിക്കും. നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ നാടകം അഭിനയിക്കാൻ പറ്റില്ല, നാടകം അഭിനയിക്കുന്ന പോലെ കഥകളി അഭിനയിക്കാൻ പറ്റില്ല, ഈവൻ നാടകം അഭിനയിക്കുന്ന പോലെ സ്കിറ്റ് പോലും അഭിനയിക്കാൻ പറ്റില്ല. രണ്ടിന്റെയും പെർഫോമിംഗ് മീറ്റർ വ്യത്യസ്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അതില് ഒരു റീസൺ ടെക്നിക്കലാണ്. കാരണം നമ്മൾ ഒരു മൂവി ഹാളിൽ ഒരു സിനിമ കാണാന്ന് പറയുമ്പോൾ അത്ര മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ സൈസ് വൈസ്. ഇപ്പോൾ ഒരു ക്ലോസപ്പ് ആണെങ്കിൽ നാടകത്തിൽ എസ്പെഷ്യലി ക്ലോസപ്സ് ഒന്നും കാണാൻ പറ്റില്ല. ഇത് സിനിമയിൽ ക്ലോസ് അത്രയും മൈന്യൂട്ട് റിയാക്ഷൻ പോലും ഹെവി ആയിട്ട് തോന്നും സിനിമ. അതുകൊണ്ട് തന്നെ കുറെ നാടകത്തേക്കാൾ കൂടുതൽ കൺട്രോൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു. അപ്പോൾ അത് എല്ലാ ഇതിലും റിഫ്ലക്ട് ചെയ്യും. കാരണം നമ്മൾ എന്നെ നോർമലി കാണുന്നതിനേക്കാൾ ഒരു 50 മടങ്ങ് വലുപ്പത്തിലാണ് സ്ക്രീനിൽ തന്നെ കാണുന്നത്. അപ്പോൾ നമ്മൾ അത്രയും എക്സ്പ്രസ് ചെയ്താൽ മതി അവർക്ക് മനസ്സിലാവാൻ. പക്ഷെ നാടകത്തിൽ പിന്നെ അത് മാത്രമല്ല, ക്യാരക്ടേഴ്സ് മൂവ് ചെയ്യും സ്റ്റേജ് മൂവ് ചെയ്യുന്നത് വളരെ അപൂർവമാണല്ലോ. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല, ക്യാമറയാണല്ലോ. അപ്പോൾ ക്യാമറ പലതരത്തിലുള്ള മൂവ്മെന്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്യുന്നത് എൻറ്റയർലി ഡിഫറെന്റ് സിനാരിയോ. ഈ മീറ്റർ പിടിക്കാൻ ആദ്യം പ്രയാസപ്പെട്ടു. എനിക്ക് ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത്രയും വേണ്ടാന്നൊരു സാധനമുണ്ട് സിനിമയിലേക്ക് വരുമ്പോൾ. അത്രയും പെർഫോമൻസ്. അതിനുശേഷം ഞാൻ നാടകം ചെയ്യുമ്പോൾ ഇത്രയും പോരാ സിനിമ അല്ല, കുറച്ചും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നാടകം ആക്റ്റീവ് ആണോ? ഓ, ഇതിപ്പോ എല്ലാ സിനിമകളിലും ഇപ്പൊ ക്യാരക്ടേഴ്സ് കുറച്ച് ലൗഡ് ആയിരിക്കുമല്ലോ, എന്തുകൊണ്ടോ. ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഒരു വില്ലനൊക്കെ പിന്നെയും പോർട്രേ ചെയ്യുന്ന സമയത്തെ ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഇതിൽ ചെയ്യണം എന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എഫേർട്സ് ആണ് യൂഷ്വലി ഇടുന്നത്? ഒന്നുമില്ല, ഇവരൊക്കെ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നുണ്ട്, അതൊക്കെ തന്നെ ചെയ്യാ. പിന്നെന്താണ്, നമ്മൾ ചെയ്തേക്കണ പോലത്തെ ഒരു ക്യാരക്ടർ അല്ല അത്, കുറച്ചും കൂടി മലപ്പുറം ആ ഏരിയയും പരിപാടിയൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. ഓക്കെ, ഇതിനകത്ത് എന്താണ് നമ്മുടെ പണി തന്നെ വേറെയാണ്. പരിപാടി വേറെയാണ്, അതാണ് പറയാൻ പറ്റില്ല. സ്നാഗ് പിടിക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ ദിവസം താങ്കളുടെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓട്ടോമാറ്റിക്കലി ഇനി എല്ലാവരും ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്തായിരിക്കും? എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാം നമുക്ക് അദ്ദേഹത്തെ? അദ്ദേഹം അടുത്ത മാസം, ഇന്ന് ന്യൂസ് വന്നില്ലേ, ഇന്നലെ ന്യൂസ് വന്നു, അല്ല ഇന്ന് ന്യൂസ് വന്നു, അടുത്ത മാസം വരുമെന്നാണ്
ഞാനും ആ സർപ്രൈസ് അറിയാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞു ചിലപ്പം സെപ്റ്റംബർ 7-നാണ് പിറന്നാള്. അത് ആ സമയത്ത് വരുമോ, ഏത് ഗെറ്റപ്പിൽ വരും എന്നൊരു ഡൗട്ട് ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പ്രതീക്ഷിക്കാം, എപ്പോൾ വേണേലും വരും. വന്നാലൊരു വരവായിരിക്കും, അടിപൊളിയായിട്ട്. അല്ല, വന്ന വേറെ ഗെറ്റപ്പിലല്ലേ വരുള്ളൂ. ഇച്ചിരി റെസ്റ്റ് എടുത്തിട്ട് വരുമ്പോൾ ഒരു വേറെ ഗെറ്റപ്പിൽ വരും. പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു. എല്ലാവരും, ജനങ്ങളോട് എല്ലാവരും നന്ദി, ദൈവത്തിനോട് നന്ദി. അടിപൊളിയാവട്ടെ, നമ്മൾ എല്ലാവരും ഒരുപോലെ വെയിറ്റിംഗ് ആണ്. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വേറൊരു റൂമർ കേട്ടായിരുന്നു, ശരിയാണോ തെറ്റാണോ അറിയത്തില്ല. ഇതിലെന്താ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ഇന്നോവ നിങ്ങൾ ഡയറക്ടർ ഇന്നോവ നിങ്ങൾ ഉപയോഗിച്ചു ശരിക്കും ഇൻ റിയൽ? അദ്ദേഹത്തിന് പുതിയൊരു കാർ വാങ്ങിച്ചു കൊടുത്തു നിങ്ങൾ? ഞങ്ങളല്ല, പ്രൊഡ്യൂസർ. അതെന്താ അങ്ങനെ ഒരു കഥ? എനിക്ക് തോന്നുന്നു അത് ഡയറക്ടർ ബുദ്ധിമാനായോണ്ട് കൊടുത്തു പുതിയ കാർ കിട്ടാൻ വേണ്ടി. സൈക്കോളജിക്കൽ മൂവ്. അത് ഫൈറ്റിനിടയ്ക്ക്, ഒരു ആക്ഷൻ സീക്വൻസിനിടയ്ക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഡയറക്ടർ അദ്ദേഹത്തിന്റെ വണ്ടി വിട്ടു തന്നു, അത് ഉപയോഗിച്ചു. അതൊരു പഴയ കാറായിരുന്നു. അത് നമ്മൾ പറയണോ? അതിപ്പോ പറയണ്ടേ. അത് നാച്ചുറലി ഫൈറ്റിനിടയ്ക്ക് ആയതുകൊണ്ട് കുറെ ബ്രോക്കൺ ആയി. കാരണം പല അത് പ്രൊഡ്യൂസർ നന്നായിട്ട് നീറ്റാക്കി കൊടുത്തു. അപ്പോൾ വിൻ വിൻ സിറ്റുവേഷൻ ആണ് രണ്ടുപേർക്കും. ഓക്കെ, സിനിമ ഇറങ്ങുന്നതിന് മുന്നേ അപ്പൊ ഡയറക്ടറിന് ഓർഡർ അടിച്ചു ഒരു പരിധി വരെ. ഇത് സാർ എന്തായാലും ഇതൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് സിനിമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പോലീസ് കഥാപാത്രമുള്ള, നമ്മൾ ഒരുപാട് ഈ പോലീസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് സ്റ്റോറീസ് മലയാളത്തിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ കുറച്ച് പോലീസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് സ്റ്റോറീസിൽ വന്നിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമെന്ന് ചുമ്മാ ഒന്ന് നോക്കി നമുക്കൊരു ചെറിയൊരു ഗെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ ചുമ്മാ ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് ആദ്യത്തെ പോലീസ് ക്യാരക്ടർ പറയട്ടെ. ആന്റണി പുന്നക്കാടൻ ഓർമ്മയുണ്ടോ? പോലീസ് ക്യാരക്ടർ. ഏത് സിനിമയാ അത്? സുവർണ്ണ ക്യാമറ നിങ്ങളുടെ സംഘടന, നമ്മുടെ സംഘടന. ഒരുപാട് ക്യാരക്ടേഴ്സ് കണ്ട് ഇതിപ്പോ സാറിന്റെ ക്യാമറ, നമ്മളൊക്കെ പ്രേക്ഷകർ കാണുന്നതിനൊക്കെ മുന്നേ സാറാണല്ലോ ക്യാമറയിൽ കൂടെ ഒരു ആളുടെ പെർഫോമൻസ് കാണുക. പോലീസ് ഓഫീസറിന് സാറിന് അത്ര ഈ പറഞ്ഞ പോലെ ഗൂസ് ബംസ് വന്നിട്ടുള്ള ഒരു പോലീസ് കഥാപാത്രം മലയാള സിനിമയിൽ വന്നാക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ സാറിന് പെട്ടെന്ന് പറയാൻ തോന്നുന്നത് ആരുടെ ക്യാരക്ടറാണ്? ജനറലി ഒരു ക്യാമറാമാന് ഇമോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. കാരണം ഒരു ചിരി അല്ലെങ്കിൽ ഒരു കരച്ചിൽ, ഇമോഷൻ അല്ലെങ്കിൽ ഇതേപോലുള്ള കൊള്ളുന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയാൽ അത് നമ്മുടെ വർക്കിനെ ബാധിക്കും. അപ്പോൾ ആ സമയത്ത് അബ്സല്യൂട്ട്ലി ഒരു നിസ്സംഗത കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ സാധനം. ഇപ്പോൾ എപ്പോഴും പറയാനുള്ള മിക്ക ഈ കഥ പറയുമ്പോഴും മമ്മൂക്കയുടെ ഡയലോഗ് ലാസ്റ്റ് ഒറ്റ ഇതിൽ പറഞ്ഞ ഒറ്റ ഷോർട്ടായിട്ട്. അപ്പോൾ അത് നാച്ചുറൽ സിനിമയിൽ കാണുമ്പോൾ നമ്മൾ അത്ര ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യേണ്ടത് നമുക്ക്. പക്ഷെ അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനത് ഫീൽ ചെയ്താൽ ഞാനും തേങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാമറ തേങ്ങും കൂടെ. അപ്പോൾ അത് പറ്റാത്തതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ വളരെ മെക്കാനിക്കലായിട്ട് തന്നെ വർക്ക് ചെയ്യേണ്ടി വരുന്നു. ആണോ? ഓക്കെ. അടുത്ത പോലീസ് ഓഫീസറിന്റെ ക്യാരക്ടർ പറയട്ടെ. സഞ്ജീവൻ IPS ഓർമ്മയുണ്ടോ? പൃഥ്വിരാജ്. അത് സഞ്ജീവാണ്, ഇത് സഞ്ജീവൻ IPS. അതായത് ഇതൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് അല്ല, പക്ഷെ ഒരു പോലീസ് ഓഫീസറിന്റെ കഥ പറഞ്ഞ ഒരു സിനിമയാണ്. ഒരു ഫാമിലി മൂവി ആയിരുന്നു. സഞ്ജീവൻ IPS ജയറാമേട്ടന്റെ ഒരു സിനിമ. ഏതാ? പോലീസുകാരനായിട്ട് സന്തുഷ്ടരാണ്. അത് ഭയങ്കര ഇൻവെസ്റ്റിഗേറ്റിംഗ് സ്റ്റോറി അല്ല, പക്ഷെ ജയറാമേട്ടൻ ഈ പറഞ്ഞ പോലീസ് യൂണിഫോമിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സിനിമയായിരുന്നു. അടുത്ത പറയട്ടെ. രാമനാഥൻ IPS ഓർമ്മയുണ്ടോ സാർ? മമ്മൂക്ക. മറ്റേ പടം എന്തിട്ട പടത്തിന്റെ പേര്? അതന്നെ ക്ലൂ. രാക്ഷസ രാജാവ്. ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തത് ആരാന്നറിയോ? എല്ലാവരും വിചാരിക്കും അത് സുരേഷ് ഗോപിയാണെന്ന്. പക്ഷെ അല്ല, അത് മമ്മൂക്കയാണ്. അങ്ങനെ ഒരു റെക്കോർഡുണ്ട് മമ്മൂക്കയ്ക്ക്. ഏറ്റവും കൂടുതൽ പോലീസ് കഥാപാത്രങ്ങൾ ചെയ്ത നടൻ മലയാളത്തില് മമ്മൂക്കയാണ്. അടുത്ത പറയട്ടെ. സഞ്ജീവ് കുമാർ. ഇത് SI ആയിരുന്നു. സഞ്ജീവ് കുമാർ. സത്യം സിനിമയിലാണ് പൃഥ്വിരാജ്. ഏറ്റവും കൂടുതൽ പോയിന്റ്സ് അദ്ദേഹത്തിന് തന്നെ. നമ്മൾ കേസ് ഡയറി സിനിമയുടെ ഈ ഒരു ഗെയിമിൽ ഒരു ഡയറി സമ്മാനമായിട്ട് കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഡയറി സമ്മാനമായിട്ട് തരാം. പോലീസ് ഡയറി അല്ല, സാധാരണ ഒരു ഡയറി. ഞങ്ങള് ഇതിൽ വളരെ ഇൻവോൾവ് ആയിരുന്നു ഈ ഇൻവെസ്റ്റിഗേഷനിൽ. അതുകൊണ്ട് ഇങ്ങനത്തെ മറ്റുള്ള പേരുകളൊന്നും ഓർമ്മയില്ല. എന്താ ക്യാരക്ടറിന്റെ പേരെന്താ?
ക്രിസ്റ്റി സാം ഏ? ക്രിസ്റ്റി സാം ക്രിസ്റ്റി സാം ക്രിസ്റ്റി സാം ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ. ഈ പോലീസ് കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും പോലീസ് കഥാപാത്രങ്ങൾ നമ്മൾ മുന്നേ മലയാള സിനിമയിൽ വന്നിട്ടുള്ള റെഫറൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നി ചെയ്ത ഞാൻ സംഭവം? അങ്ങനെ റെഫറൻസ് ഒന്നും എടുത്തില്ല. കാരണം ഞാൻ കുട്ടിക്കാലം നമ്മൾ ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് കാണുന്ന അമ്മാവന്റെ സിനിമകളാണ്. കൂടുതലും അദ്ദേഹം പോലീസ് വേഷങ്ങൾ ചെയ്തതാണ് കണ്ടിട്ടുള്ളത്. ആവനാഴിയാണെങ്കിലും ഇൻസ്പെക്ടർ ബൽറാമാണെങ്കിലും പിന്നെ സ്ഫോടനത്തിൽ പോലീസായിരുന്നു അല്ല സ്ഫോടനം അങ്ങനെ കുറേ മൂവീസ് ഉണ്ടല്ലോ. അതിൽ എല്ലാം അദ്ദേഹം വ്യത്യസ്തമായിട്ടാണ് ചെയ്യുക. ഗെറ്റപ്പ് ആണെങ്കിലും ചെറിയ സംസാരിക്കുന്നതാണെങ്കിലും ഒരു പോലീസ് വേഷം ചെയ്ത് അടുത്ത പോലീസ് വേറെ ഗെറ്റപ്പ് ആയിരിക്കും, അല്ല അതിൻ്റെ സ്ലാങ് വ്യത്യാസമുണ്ടോ, സ്റ്റൈൽ വ്യത്യാസമുണ്ടോ. അപ്പം അങ്ങനെ കണ്ടിട്ടുണ്ട് ഒരുപാട്. പിന്നെ അത് കണ്ട് നമ്മുടെ സുരേഷ് ഗോപി സാർ ചെയ്തത്, ലാലേട്ടൻ ചെയ്തത്, അങ്ങനെ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങളുണ്ട്. അപ്പം എല്ലാം നമുക്ക് ഒരു റെഫറൻസ് ചെയ്ത് അതുപോലെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ യൂണിഫോം ഇട്ട് അലക്കലക്കി. ശബ്ദം നല്ലതാണെന്ന് ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം, പ്രത്യേകിച്ച് ഡബിങ് ഒക്കെ ചെയ്ത സമയത്തെ ശബ്ദം നല്ലതാണ്, നല്ല ഡബബിൾ വോയിസ് ആണെന്ന് പറഞ്ഞ ആദ്യത്തെ കോംപ്ലിമെന്റ് ആരുടെ ആയിരുന്നു? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊറോണ സമയത്തൊക്കെ ഞാൻ പല സിനിമയ്ക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്? വേറെ ആൾക്കാർ. ആണോ? ഏതൊക്കെ? എന്തായാലും പിടിക്കും, തന്റെ ശബ്ദം എന്തായാലും പിടിക്കും. ജെ ബീമിലാണ് ഫസ്റ്റ് ചെയ്തത്, പ്രകാശ് രാജ്. ആണല്ലേ? മലയാളം, തമിഴ് പടം മലയാളം. പിന്നെ കുറെ പടങ്ങൾ ചെയ്തു. ലാസ്റ്റ് റിട്രോ എന്ന് പറയുന്ന പടത്തിൽ ചെയ്തു. പിന്നെ അതിന് മാമൻ റിട്രോ. മാമനിലെ ഏത് ക്യാരക്ടർ? മാമനിൽ ആരൊക്കെ അയക്കിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കാ ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കണേ എന്ത് ഞാൻ ഒരു ഡയറി തിരിച്ചൊരു ഡയറി എന്ന് പറയാം. മാമനിൽ എന്റെ സൗണ്ട് സൂട്ടാണ് ആർക്കായിരിക്കും? വടിവേലുവാ? വടിവേലുവാണോ? അല്ല, ആർക്കായിരിക്കും? ഫഹദിനാണോ? ആണോ? സീരിയസ്ലി? ഫഹദിന് ഞാനായിരുന്നു. ഫഹദ് വേറെ റൂട്ടല്ലേ തമിഴ് പിടിച്ചേക്കണം. ഞാൻ അത് പിടിക്കാൻ മലയാളത്തിൽ കിട്ടുന്ന നക്ഷത്രം വേണ്ടി അങ്ങനെ കുറെ ഡബ് ചെയ്തിട്ട് അത് എനിക്ക് വളരെ വലിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് പുതിയ, എനിക്കും പുതിയ അറിവാ, കേട്ടോണ്ടിരിക്കുന്ന പലർക്കും പുതിയ അറിവായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ. ഡബ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണോ? ഡബിങ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമുക്ക് സിനിമയിൽ ഒരുപാട് ഗുണം ചെയ്യും. ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ഡബ് ചെയ്യാനാണെന്നാണ് ഞാൻ കേട്ടത്. ഡബിങ് ചെയ്യാൻ ഭയങ്കര പാടുള്ള പരിപാടി. അപ്പൊ നമ്മൾ സിനിമയിൽ അഭിനയിച്ചിട്ട് പോയാലും ഡബിങ് തിയേറ്ററിലാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യേണ്ടത്, ഡബിങ്ങിനാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യേണ്ടത് എല്ലാവരും പറഞ്ഞു. ഭയങ്കര പാടുള്ള പരിപാടിയാണ്. വളരെ എനിക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. അടിപൊളി. എന്തായാലും നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട്. August 21 സിനിമ റിലീസ് ആവുകയാണ്. നമ്മളുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്ന വലിയ സിനിമയാവട്ടെ. അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ A.K. സന്തോഷ് സാറാണ്. അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നല്ല ഡയലോഗ്സ് എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്, കണ്ടുകെട്ടി ഡയലോഗ്. ഇവരൊക്കെ പറയും ടെൻഷൻ അടിക്കണ്ട, നീ പറഞ്ഞോളാം. ഇത് പറഞ്ഞിട്ട് പിസ്റ്റലിന്റെ നമ്പർ ആലോചിച്ചിട്ടുണ്ട്. അതുപോലും ധൈര്യം ഉണ്ടായിട്ടോ? സമയക്കണ്ടേ? അത് നല്ലതാണ്. അങ്ങനെ ഒരു പ്ലേസ് കിട്ടിയില്ലേ അവന്. അതെ, വേറെ സ്ഥലത്ത് പോയിട്ട് ചിലപ്പോ നടക്കണമെന്നില്ല. നമ്മുടെ തന്നെ തട്ടത്തിലായോണ്ട് പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. ചേട്ടൻ നമുക്ക് ആ ഡയലോഗ് പറഞ്ഞിട്ട് തന്നെ അവസാനിപ്പിച്ചാലോ? പ്രജയില്ലേ, പ്രജയുടെ പോലത്തെ തന്നെ ഒരു പരിപാടി കുറെ സെക്ഷൻസ് പറയാനുണ്ട്, പിസ്റ്റലിന്റെ നമ്പർ പറയാനുണ്ട്, അതിന്റെ ഇടയിൽ ആടിനെ വിളിക്കുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ചെറിയ ഓരോ പോയിന്റ് ഒക്കെ വെച്ചു കൊടുത്ത് അവിടെ വന്ന് നിന്ന് ഒരു സ്ഥലത്ത് എന്റെ അഭിപ്രായത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാരും പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തിയേറ്ററിൽ കാണുന്നതല്ലേ, തിയേറ്ററിൽ കാണുന്നതല്ല. എന്തായാലും ഓർമ്മയുണ്ട്, അത് ഓർമ്മ ഓരോ സെക്ഷൻ. സാധാരണ മനുഷ്യനാണെങ്കിൽ മറക്കാൻ സാധ്യതയില്ല. അതേപോലെ പഠിച്ചിട്ടുണ്ട്. പ്രോംപ്റ്റിംഗ് ഉണ്ടായിരുന്നില്ല, പ്രോമിറ്റ് ചെയ്തിട്ടും പറ്റണല്ലോ, പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എത്ര ടേക്ക് പോയത്? ഒരുപാട് ടേക്ക് പോയില്ല. ഇതൊന്നും സെറ്റ് ആക്കി ഒറ്റ റൗണ്ടിലുള്ള പരിപാടി, ഫുൾ റൗണ്ടിലെ പരിപാടി, ഒറ്റ ടേക്കും. ഓക്കെ ടേക്ക് പെർഫെക്റ്റ് ആയിരുന്നു. എത്ര ടേക്ക് പോയെന്നുള്ളതല്ല, ഓക്കെ വെച്ച ടേക്ക് പെർഫെക്റ്റ് സെറ്റ് ചെയ്ത് വന്നു. ആ ഡയലോഗ് കാണാൻ വേണ്ടിട്ടെങ്കിലും ആ സിനിമ എന്തായാലും കാണണം അല്ലേ? അല്ല, ലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഡിന്നറിൽ തീർന്നു. ഇവർക്കും നല്ല ഡയലോഗ്സ് ഉണ്ട്, അമീറിനുണ്ട്, നമ്മൾ ആടിക്കുണ്ട്, എല്ലാ കഥാപാത്രങ്ങൾക്കും നല്ല നല്ല സാധനങ്ങളുണ്ട്. എല്ലാവരും ആശംസകളും നമ്മളുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുന്ന സിനിമയാകട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. ഓക്കെ, താങ്ക് യു.